നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് KECB ഓഫീസുകളിൽ പ്രതിഷേധം. പായ വിരിച്ചു കിടന്ന നാട്ടുകാർ. പുലർച്ചെ വരെ നീണ്ട വാക്കുതർക്കം. തൃശൂർ. വൈദ്യുതി മുടങ്ങിയതോടെ സംസ്ഥാനത്ത് പലയിടത്തും KECB ഓഫീസുകളിൽ നാട്ടുകാരുടെ പ്രതിഷേധം. തിങ്കളാഴ്ച രാത്രി പലതവണ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ എരുമപ്പെട്ടിയിലെ KECB ഡിവിഷൻ ഓഫീസിൽ അർദ്ധരാത്രി നാട്ടുകാർ വൻ പ്രതിഷേധമുണ്ടായി. രാത്രി 11 മണിയോടെ ആരംഭിച്ച പ്രതിഷേധവും വാഗ്വാദവും പുലർച്ചെ 2:30 വരെ തുടർന്നു. പ്രതിഷേധത്തിൽ 100-ലേറെ പേർ പങ്കെടുത്തു. എരുമപ്പെട്ടി, കടങ്ങോട്, വറവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ഉപഭോക്താക്കളാണ് രാത്രി പലതവണ വൈദ്യുതി വിതരണം മുടങ്ങിയതിനെ തുടർന്ന് KECB ഓഫീസിലെത്തി മുദ്രാവാക്യം വിളികളോടെ പ്രതിഷേധിച്ചത്. ഊട്ടിയിലേക്ക് എത്തുന്നത് ലക്ഷക്കണക്കിന് സന്ദർശകർ. മെയ് 1 മുതൽ ഗതാഗത നിയന്ത്രണം. ഊട്ടിയിൽ സീസൺ തിരക്കിനോടനുബന്ധിച്ചുള്ള ഗതാഗത നിയന്ത്രണം മെയ് 1 നിലവിൽ വരും. മെയ് മാസത്തിൽ നടക്കുന്ന പുഷ്പമേള അടക്കമുള്ളവ കാണാൻ ഊട്ടിയിൽ ലക്ഷക്കണക്കിന് സന്ദർശകർ എത്തുന്നത് പതിവാണ്. ആ സമയത്തുണ്ടാകുന്ന വൻ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാണ് ഗതാഗത നിയന്ത്രണം. മെയ് 1 മുതൽ ഊട്ടിയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ ബർളിയാർ, കൂനൂർ വഴിയും തിരികെ മേട്ടുപ്പാളയത്തേക്ക് കോത്തഗിരി വഴിയും തിരിച്ചുവിടും. മേട്ടുപ്പാളയത്ത് നിന്ന് വരുന്ന ചെറിയ വാഹനങ്ങൾ കാട്ടേരി വഴി ലൗഡേൽ, മഞ്ചനക്കൊര, ഫേൺഹിൽ, കാന്തൽ വഴി ഊട്ടിയിലെത്തണം. കൂനൂരിൽ നിന്ന് ഊട്ടിയിലെത്തുന്ന ബസ്, വാൻ മുതലായവ ആവിനിയിലും ഗൂഡല്ലൂരിൽ നിന്നെത്തുന്ന വലിയ വാഹനങ്ങൾ HPFന് സമീപവും കോത്തഗിരിയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ആർട്സ് കോളേജ് മൈതാനിയിലുമാണ് പാർക്ക് ചെയ്യേണ്ടത്. ഇവിടങ്ങളിൽ നിന്ന് ഉദ്യാനം, ബോട്ട് ഹൗസ്, റോസ് ഗാർഡൻ, ദൊണ്ടബെട്ട തുടങ്ങിയവ സന്ദർശിക്കാൻ സർക്യൂട്ട് ബസ്സുകൾ സർവീസ് നടത്തും. ഇന്നു മുതൽ വൈദ്യുതി തടസ്സം ഉണ്ടാകില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ലോഡ് ഷെഡിംഗ് ആയിരുന്നില്ല സംഭവിച്ചത്, ഓവർലോഡ് മൂലമുള്ള ട്രിപ്പിംഗ്. മന്ത്രി K കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിച്ചെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. ഇന്നു മുതൽ വൈദ്യുതി തടസ്സം ഉണ്ടാകില്ലെന്നും കേന്ദ്രത്തിൽ നിന്ന് വൈദ്യുതി ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചെന്നും മന്ത്രി പറഞ്ഞു. ലോഡ് ഷെഡിംഗ് ആയിരുന്നില്ല ട്രിപ്പിന് കാരണമായിരുന്നു ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങിയത് എന്നാണ് മന്ത്രിയുടെ വിശദീകരണം. കാലാവസ്ഥയിൽ വന്ന മാറ്റവും ഇലക്ട്രിക് വാഹനങ്ങൾ പെരുകിയതും തിരിച്ചടിയായതെന്നും മന്ത്രി പറഞ്ഞു. പ്രതിസന്ധി സമയത്ത് വേഗത്തിൽ തീരുമാനമെടുക്കാൻ റെഗുലേറ്ററി കമ്മീഷന് ഉത്തരവാദിത്തമുണ്ടെന്ന് മന്ത്രി പരോക്ഷ വിമർശനം നടത്തി. വോട്ടിംഗ് മെഷീനിൽ തകരാർ. ഏജന്റിനെ ബൂത്തിൽ കയറ്റിയില്ല. ബംഗാളിൽ പോളിംഗിനിടെ പരക്കിയ അക്രമം. കൊൽക്കത്ത, ബംഗാൾ നിയമസഭയിലേക്കുള്ള അവസാനഘട്ട വോട്ടെടുപ്പിനിടെ പരക്കിയ അക്രമം. ഛപ്ര, ശാന്തിപൂർ, ബങ്കർ എന്നിവിടങ്ങളിൽ സംഘർഷമുണ്ടായി. വോട്ടെടുപ്പിനിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തകരാറിലായതും വിവിധയിടങ്ങളിൽ തർക്കങ്ങൾക്ക് കാരണമായി. ഹൂഗ്ലിയിൽ വോട്ടെടുപ്പ് ആരംഭിക്കാൻ വൈകി. ബാലിയിൽ സംഘർഷമുണ്ടാക്കിയ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പഞ്ചാബിന്റെ വിജയക്കുതിപ്പ് അവസാനിപ്പിച്ച് രാജസ്ഥാൻ റോയൽസ്. 6 വിക്കറ്റ് വിജയം. ജയ്സ്വാളിന്, ഫെരേരയ്ക്കും അർദ്ധ സെഞ്ചുറി. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പഞ്ചാബ് കിങ്സിന്റെ വിജയക്കുതിപ്പിന് അവസാനം. രാജസ്ഥാൻ റോയൽസ് ആണ് പഞ്ചാബിന് സീസണിലെ ആദ്യ തോൽവി സമ്മാനിച്ചത്. പഞ്ചാബ് ഉയർത്തി 223 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് രാജസ്ഥാൻ 19.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലെത്തി. 6 വിക്കറ്റ് വിജയമാണ് റോയൽ സ്വന്തമാക്കിയത്. തോറ്റെങ്കിലും 13 പോയിന്റുള്ള പഞ്ചാബ് തന്നെയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. 6ാം വിജയം സ്വന്തമാക്കിയ രാജസ്ഥാൻ 12 പോയിന്റുമായി 3ാം സ്ഥാനത്തുണ്ട്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.